ഗൗതം? ഒന്നുമില്ല, നീ പേടിക്കാതിരിക്കെ. ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും? ഗൗതമിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്താ? ഇവിടെ ഇരിക്കെ. വെറുതെ ഓരോന്ന് പറഞ്ഞ എന്നെ കൂടെ ടെൻഷൻ ആക്കല്ലേ. എപ്പോഴും കെയർഫുള്ളായി വണ്ടി ഓടിക്കുന്ന ആളല്ലേ ഗൗതം? എന്നിട്ട് എന്താ പറ്റിയത്? പറ്റിയത് പറ്റി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ അപകടം പറ്റുമെന്ന് ദൈവം മുൻകൂട്ടി സൂചന തന്നതല്ലേ? അതാ അവശകുനം പോലെ ഇവിടെ നിറങ്ങാൻ നേരം ആ കാറ് സ്റ്റാർട്ട് ആവാതിരുന്നത്. അത് ഗൗനിച്ചില്ല. പകരം അടുത്ത കാറും എടുത്തോണ്ട് ഗൗതം അങ്ങ് പോയി അല്ലേ? ദൈവം വരാൻ പോകുന്ന ആപത്തുകളുടെ ചില സൂചനകൾ നമുക്ക് നൽകും. അത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ തെറ്റ്. ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ച അപകടമൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തൊരു ചതിയാത്. ചതിയോ? ഗൗതം എന്താ ഉദ്ദേശിക്കുന്നത്? ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് വേണ്ടി മനഃപൂർവ്വം ബ്രേക്ക് കട്ട് ചെയ്ത് വിട്ടതാണെന്ന്. ആരായിരിക്കും അത് ചെയ്തത്? വേറെ ആര്? ശിവാനി തന്നെ. ശിവാനിയോ? അവള് തന്നെ. അതിന് അവൾക്ക് എന്നോടല്ലേ പകയുള്ളത്? അതിന് ഗൗതമിനെ അവൾ എന്തിനു ദ്രോഹിക്കണം? ആ കണി എനിക്ക് വേണ്ടിയല്ല ഒരുക്കിയത്, നിനക്ക് വേണ്ടിയാ. എന്നെ കൊല്ലാൻ വേണ്ടി ശിവാനി പ്ലാൻ ചെയ്ത് ഒപ്പിച്ച പണിയായിരുന്നു ഇത്. നീ രാവിലെ അമ്പലത്തിൽ പോകുന്നറിഞ്ഞിട്ട് മനഃപൂർവ്വം ആ കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്യിച്ചതാ, ആരെയോ കൊണ്ട്. ദൈവം സഹായിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാ എന്റെ കാറ് രാവിലെ സ്റ്റാർട്ടാവാതിരുന്നതും ഞാൻ നീ പോകാനിരുന്ന ആ കാർ എടുത്തുകൊണ്ട് പോയതും. അല്ലെങ്കിൽ ഈ ട്രാപ്പിൽ നീ പെട്ടുപോയനെ. ഞാനിപ്പോ വന്നപ്പോൾ മുഴുവൻ സമയം ശ്രദ്ധിച്ചത് ശിവാനിയുടെ മുഖമാണ്. അവളുടെ പരിങ്ങലിൽ നിന്ന് അവളാണിത് ചെയ്തതെന്ന് വ്യക്തമായിട്ടും വായിച്ചെടുക്കാൻ പറ്റും. നിന്റെ ജീവൻ എടുത്തിട്ടായാലും ഇവിടുന്ന് ഒഴിവാക്കാനാണ് അവളുടെ ഉദ്ദേശം. പരമദ്രോഹി! എന്നെ കൊന്നിട്ട് വേണം അവൾക്ക് ജീവിക്കാൻ. നിന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാ ഇങ്ങനെയുള്ള കുബുദ്ധികൾ അവൾ പ്രയോഗിച്ചു തുടങ്ങിയത്. അവളുടെ ഒരു കുബുദ്ധി! ഗൗതമിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇതങ്ങനെ വിടാൻ പറ്റില്ല. ഇന്നത്തോടുകൂടി ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നീ ഇതെങ്ങോട്ട് പോവാ? ഒന്ന് അടങ്ങുന്നീ. അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല ഗൗതം. ഇന്ന് ബ്രേക്ക് ഊരി വിട്ടവൾ നാളെ ഇതിന്റെ അപ്പുറം ചെയ്യും. നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അവളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത് താക്കീത് കൊടുക്കാനായിരുന്നെങ്കിൽ ഞാൻ വന്നപ്പോ തന്നെ എനിക്കത് ചെയ്യാറുന്നില്ലേ? എന്തുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്? അതിനൊരു കാരണമുണ്ട് നിധി. ഞാനോ നീയോ ചെന്ന് ബ്രേക്ക് ഊരി വിട്ടത് നീയാണെന്ന് ശിവാനിയോട് പറഞ്ഞാൽ അവളത് സമ്മതിച്ചിരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളത് സമ്മതിച്ചു തരില്ലെന്ന് മാത്രമല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് അവളെ മോശക്കാരിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് അവൾ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. ശിവാനി അങ്ങനെ പറഞ്ഞ അമ്മ അത് സപ്പോർട്ട് ചെയ്യും, പ്രണവ് അത് തന്നെ വിശ്വസിക്കുകയും ചെയ്യും. നമ്മൾ പഴി കേൾക്കാനുള്ള ഒരു വഴി നമ്മൾ തന്നെ എന്തിനും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗൗതം പറയുന്നത് വളരെ ശരിയാ. നോക്ക് നിധി, നീയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പക്ഷേ ഇതിപ്പോ ആറുവിനോടും അച്ഛനോടും ഒന്നും പറയാൻ നിൽക്കണ്ട, അവർക്ക് വലിയ ടെൻഷനാവും. കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുവന്ന് കരുതിയാൽ മതി. ദൈവം രക്ഷിച്ചു എന്ന് തന്നെ പറയണം. കൃത്യസമയത്ത് നിങ്ങളെ എവിടെ എത്തിച്ച ആ അമ്മയ്ക്ക് വേണം നന്ദി പറയാൻ. ഗൗതം, നീ പറഞ്ഞ സത്യം നിധി. ഒരു ദൈവം തന്നെയാണ് എന്നെ രക്ഷിച്ചത്. പക്ഷേ ഇനി അവരെ എപ്പോ കാണാൻ പറ്റുമോ അതെനിക്കറിയില്ല. ആക്സിഡന്റ് ആയതും എന്റെ ബോധം പോയി. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോ ഹോസ്പിറ്റലിലാണ്. ആക്സിഡന്റ് ആയി റോഡിൽ കിടന്നിരുന്ന എന്നെ തനിച്ച് ആശുപത്രിയിൽ എത്തിച്ചതൊരു അമ്മയാ. അമ്മയോ? ആരാ അവര്?
ഗൗതമിനെ രക്ഷിച്ചത് ആരായാലും അവരെ എനിക്കൊന്ന് കാണണം. എനിക്കറിയില്ല നിധി, അവരെവിടെയാണ് താമസം പോലും എനിക്കറിയില്ല. പേര് പോലും പറഞ്ഞില്ലേ ആ അമ്മ? ആ, പേര് പറഞ്ഞിരുന്നു. നിർമ്മല എന്നാ അമ്മയുടെ പേര്. ഗൗതം, അവരുടെ പേരെന്താന്നാ പറഞ്ഞേ? നിർമ്മല. നിർമ്മലയോ? എന്താ, നിനക്ക് ആ അമ്മയെ അറിയോ? ഏ ഏ അറിയൊന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ആ ആ അമ്മയെ കണ്ട എങ്ങനെയിരിക്കും? എത്ര വയസ്സ് വരും? ആ, എത്ര വയസ്സ് വരുമെന്നൊക്കെ ചോദിച്ചാ നമ്മുടെ പാറുവിന്റെ പ്രായമൊക്കെ വരും. ആ അമ്മ എന്നെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? എന്നെ കണ്ടിട്ട് ആ അമ്മയുടെ മകനെ പോലെ ഉണ്ടെന്ന്. ഞാൻ ബില്ലടയ്ക്കാനായിട്ട് പോകുന്ന നേരം എന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് താഴെ വീണുപോയി. ഞാനത് കണ്ടില്ല. ആ അമ്മ പേഴ്സ് എടുത്ത് നോക്കി. അപ്പൊ അതില് ഞാനും പാറു കൂടെ നിൽക്കുന്ന ഫോട്ടോ അവര് കണ്ടു. ആ ഫോട്ടോ കണ്ടതും ആ അമ്മയ്ക്ക് വലിയ സങ്കടമായി. ആ അമ്മയ്ക്കും ഇതുപോലൊരു മകനുണ്ടായിരുന്നു എന്ന്. കുഞ്ഞിലെ തന്നെ ആ മകനെ നിർമ്മലാമ്മയ്ക്ക് നഷ്ടമായെന്നാ പറഞ്ഞത്. അപ്പോ ഈ പറയുന്ന നിർമ്മല ഗൗതമിന്റെ അമ്മ തന്നെയാണ്? എന്താന്നറിയില്ല, സ്വന്തം മകനോടെന്ന പോലെയാ നിർമ്മലാമ്മ എന്നോട് പെരുമാറിയത്. ഓരോ വാക്കിലും വല്ലാത്തൊരു ഇമോഷനായിരുന്നു. പാവം, സ്വന്തം മകനെ കുഞ്ഞിലെ തന്നെ നഷ്ടപ്പെട്ടു പോയതല്ലേ, അതോർത്ത് സങ്കടം വന്നതായിരിക്കും. അപ്പോ ഗൗതം സ്വന്തം മകനാണെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യും? വേറൊരു സംഭവം അറിയോ? എന്റെ അനുവാദം പോലും ഇല്ലാതെ നിർമ്മലാമ്മ എനിക്ക് ഉമ്മയൊക്കെ തന്നു. കാറിൽ വെച്ച് മടി കിടന്നവനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ തോളിൽ ചാരിയിരുന്നു. സത്യം പറയാലോ, വേണ്ടാന്ന് പറയാൻ എനിക്ക് തോന്നിയതേ ഇല്ല. വിധി, എന്തോ ഒരു വല്ലാത്ത അടുപ്പം തോന്നി ആ അമ്മയോട്. ആ നിർമ്മലാമ്മ വേറെന്തെങ്കിലും പറഞ്ഞോ? ഏയ്, വേറൊന്നും പറഞ്ഞില്ല. അവര് താമസിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്നേ, ഒന്നും പറഞ്ഞില്ല. ആ ആക്സിഡന്റ് നടന്നതിന് അടുത്ത് എവിടെയാണെന്നാണ് പറഞ്ഞത്. അല്ല, നീ എന്തിനാ നിർമ്മലാമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? പാറു ഇതുപോലെ തന്നെയായിരുന്നു. നിർമ്മലാമ്മയെ കണ്ടതും പാറുവും വല്ലാതെ നെർവസായി. അപ്പോ ഈ പറയുന്ന നിർമ്മലാമ്മയും പാറുവമ്മയും പരസ്പരം കണ്ടോ? പാറു കണ്ടു, പക്ഷെ പാറുവിനെ നിർമ്മലാമ്മ കണ്ടില്ല. അല്ല, ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? ഏയ്, അങ്ങനൊന്നുമില്ല. ആ നിർമ്മലാമ്മയെ കണ്ടുപിടിച്ച് ഞാനൊരു നന്ദി പറയണമല്ലോ, അതിനു വേണ്ടിയിട്ടാ. അതിന് അവരുടെ അഡ്രസ് പോലും എനിക്കറിയില്ല.